അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സുബഹി നിസ്കാരം കഴിഞ്ഞു സ്വഹാബത്തിന് നേരെ തിരിഞ്ഞിരുന്നു പറഞ്ഞു, ഹൗലുൽ കൗസറിൽ നിന്ന് വെള്ളം ഞാൻ എല്ലാവർക്കും കോരിയിട്ടാണ് കൊടുക്കുന്നത്. എല്ലാവർക്കും ഞാൻ ഹൗലുൽ കൗസർ വെള്ളം കോരിക്കൊടുക്കാറാണ് ചെയ്യുക. പക്ഷേ ഒരാൾക്ക് മാത്രം വാഴയിൽ ഒഴിച്ചു കൊടുക്കുമെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. ഒരേ ഒരു സഹാബത്തിന് മാത്രം അവിടുത്തെ വായിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ആർക്കെങ്കിലും അറിയോ ആരുടെ വായിലാണ് ആ ഹൗലുൽ കൗസർ ഒഴിച്ചു കൊടുക്കുന്നതെന്ന് അറിയുമോ? ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ച സമയത്ത് എല്ലാവരും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മുഖത്തേക്ക് നോക്കുകയാണ്. കാരണം എന്ത് വിഷയം പറഞ്ഞാലും, ഏതൊരു വിഷയം പറഞ്ഞാലും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണല്ലോ മുമ്പില് എന്ന നിലയ്ക്ക് എല്ലാവരും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തങ്ങളുടെ മുഖത്തേക്ക് നോക്കുകയാണ്. ചിലരൊക്കെ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു എന്നവരുടെ മുഖത്തേക്ക് നോക്കുകയാണ്. എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുകയാണ്. ഹബീബായ തങ്ങൾ ആരുടെ വായിലായിരിക്കും ഹബീബായ തങ്ങൾ ഹൗലുൽ കൗസർ ഒഴിച്ചു കൊടുക്കുക എന്ന്. ആ സമയത്ത് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ആരുടെ വായിലാണ് ഹൗലുൽ കൗസർ ഒഴിച്ചു കൊടുക്കുന്നതെന്നറിയുമോ? അതാണ് മഹാനായ സയ്യിദുനാ ബിലാൽ ഇബ്നു റബാഹ റളിയല്ലാഹു അൻഹു. ബിലാൽ തങ്ങളുടെ വായിലാണ്, വായിൽ മാത്രമാണ് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹൗലുൽ കൗസർ ഒഴിച്ചു കൊടുക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കയ്യിൽ നിന്നും ഹൗലുൽ കൗസർ വാങ്ങിക്കൊടുക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, ബിലാൽ തങ്ങളെ വായിൽ മാത്രം ഹൗലുൽ കൗസർ ഒഴിച്ചു കൊടുക്കാനുള്ള കാരണം എന്താണ്? എന്തുകൊണ്ടാണ് ബിലാൽ തങ്ങളുടെ വായിൽ മാത്രം ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹൗലുൽ കൗസറിലെ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ കാരണം? അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് ഒരു ദിവസം അതാ മരുഭൂമിയിലൂടെ നടന്നു പോകുമ്പോൾ മുസ്ലിമായതിന്റെ പേരിൽ ബിലാൽ തങ്ങളെ ക്രൂരമായി പീഡിപ്പിക്കുകയാണ്. ബിലാൽ തങ്ങളെ അതിശക്തമായിട്ടതാ ക്രൂരമായി പീഡിപ്പിക്കുകയാണ്. ഖുതുബത്തും ശൈബത്തും അതാ മരുഭൂമിയിൽ മലർത്തിക്കിടത്തി നെഞ്ചത്തതാ പാറക്കല്ലെടുത്ത് വെച്ച് ചാട്ടവാറ് കൊണ്ട് അടിക്കുകയാണ്. അതാ അവിടുന്ന് ചാട്ടവാറ് കൊണ്ട് അടിച്ച് ഉപദ്രവിക്കുകയാണ്. ബിലാൽ തങ്ങൾ അവിടുന്ന് പറയുകയാണ്, നബിയേ, എന്നെയൊന്ന് സഹായിക്കണം നബിയേ, എന്നെയൊന്ന് രക്ഷിക്കണം നബിയേ. ഓരോ ദിവസവും കാണുമ്പോൾ ബിലാൽ തങ്ങൾ നബിയോട് പറയുമായിരുന്നു, നബിയെ ഒന്ന് രക്ഷിക്കണം നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകൻ അതാ ഒരു ദിവസം ളുഹർ നിസ്കാരം കഴിഞ്ഞ് നടന്നു വരുമ്പോൾ ബിലാൽ തങ്ങളുണ്ടല്ലോ, അവിടുന്ന് ചൂട് സഹിക്ക വഴിയാതെ ദാഹം കൊണ്ടതാ അവിടുന്ന് യജമാനനോട് പറയുകയാണ്, അല്പം വെള്ളം തരണമെന്ന് പറഞ്ഞപ്പോൾ ദാഹം സഹിക്കാൻ കഴിയാതെ യജമാനനോട് വെള്ളം ആവശ്യപ്പെട്ടപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ അതാ നോക്കുമ്പോൾ ഉതുബത്ത് കടന്നു പോവുകയാണ്. ഉതുബത്തതാ കടന്നു പോയിട്ടതാ ഒട്ടകത്തിന്റെ മൂത്രമങ്ങ് എടുത്തുകൊണ്ടുവരികയാണ്. ബിലാൽ തങ്ങൾ യജമാനനോട് വെള്ളം ചോദിച്ചപ്പോൾ, കുടിക്കാൻ വെള്ളം ആവശ്യപ്പെട്ടപ്പോൾ ഒട്ടകത്തിന്റെ മൂത്രമത എടുത്തു കൊണ്ടുവരികയാണ്. എന്നിട്ട് ബിലാൽ തങ്ങളുടെ മുന്നിലേക്ക് അങ്ങ് വെച്ചു കൊടുക്കുകയാണ്. അല്ലാഹുവിന്റെ ഹബീബായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ബിലാലേ ക്ഷമിക്കൂ ബിലാലേ, ബിലാലെ ക്ഷമിക്കൂ ബിലാലെ എന്ന് ഹബീബായ തങ്ങൾ പറയുകയാണ്. നാളെ എല്ലാവർക്കും ഹൗദിലെ വെള്ളം കുടിക്കുമ്പോൾ, നാളെ എല്ലാവർക്കും ഹൗദിലെ വെള്ളം കുടിപ്പിക്കുമ്പോൾ, ഹൗദിലെ വെള്ളം കൊടുക്കുമ്പോൾ നിനക്ക് വായിൽ ഒഴിച്ചു തരും ബിലാലേ. അല്ലാഹുവിന്റെ റസൂൽ അത് പറഞ്ഞപ്പോൾ പുഞ്ചിരിച്ച മുഖത്തോടെ ബിലാൽ തങ്ങൾ ആ മൂത്രമങ്ങ് കുടിക്കുകയാണെന്ന് ചരിത്രം പഠിപ്പിക്കുകയാണ്. എന്റെ സഹോദരന്മാരെ, ക്ഷമിക്കാനുള്ള മനസ്സുണ്ടായാൽ നാളെ ഹിസാബില്ലാതെ സ്വർഗ്ഗത്തിൽ കടക്കാൻ കഴിയുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഹിസാബില്ലാതെ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുന്ന ഒന്നാമത്തെ ആൾ ആരെന്നറിയുമോ? അതാണ് ക്ഷമിക്കുന്നവനാണെന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. രണ്ടാമത്തെ ആൾ ആരെന്നറിയുമോ? അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് സ്വഹാബത്തിനോട് പറഞ്ഞു കൊടുക്കുകയാണ്, തതജാഫാ ജുനൂബുഹും അനിൽ മളാജിഅ. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഉപ്പള നിവാസികളെ, നിങ്ങളെല്ലാവരും പാതിരയുടെ നിശബ്ദതയിൽ സുഖിച്ചു കിടക്കുമ്പോൾ പാതിരാത്രിക്ക് 2 റക്അത്ത് തഹജ്ജുദ് നിസ്കരിക്കുന്നവരുണ്ടല്ലോ, അവൻ നാളെ ഹിസാബില്ലാതെ സ്വർഗ്ഗത്തിൽ കടക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. നമ്മളിൽ എത്ര ആളുകൾ തഹജ്ജുദ് നിസ്കരിക്കുന്നുണ്ട്? ചിലപ്പോൾ ഉണ്ടാകാം റമളാൻ മാസത്തിൽ അത് നമ്മൾ കൃത്യമായിട്ട് നിസ്കരിക്കുന്നവരായിരിക്കാം. അത് കഴിഞ്ഞാൽ കഴിഞ്ഞു. അള്ളാഹുവിന്റെ പ്രവാചകരോട് അള്ളാഹു ഒരു അവസരത്തിൽ പറയുകയാണ്, ദുനിയാവിൽ എനിക്ക് ചില അടിമകളുണ്ട്, അവർ എന്നെ ഇഷ്ടപ്പെടുന്നതിനേക്കാൾ ഞാൻ അവരെ ഇഷ്ടപ്പെടുന്നു. അവർ എന്നെ ഓർക്കുന്നതിനേക്കാൾ ഞാൻ അവരെ ഓർക്കുന്നു. അവർ എന്നിലേക്ക് നടന്നു വന്നാൽ ഞാൻ അവരിലേക്ക് ഓടിപ്പോകും നബിയേ. ഇങ്ങനെ ചിലരുണ്ട് നബിയേ. ഉപ്പളത്ത് താമസിക്കുന്ന ചില ആളുകളെ അള്ളാഹുവിന് വലിയ ഇഷ്ടമാണ്, വലിയ സ്നേഹമാണ്. നിങ്ങളെ മാതാപിതാക്കൾ നിങ്ങളെ സ്നേഹിക്കുന്നതിനേക്കാൾ നിങ്ങൾ അള്ളാഹു സ്നേഹിക്കുന്നുണ്ട്. നിങ്ങളെ കണ്ണൊന്നു നിറഞ്ഞാൽ അള്ളാഹുവിന് ഇഷ്ടമല്ല. നിങ്ങളെ ഒരു കണ്ണ് നിറയുന്നത് പോലും അള്ളാഹുവിന് ഇഷ്ടമല്ല. നിങ്ങളെ കണ്ണൊന്നു നിറഞ്ഞാൽ അള്ളാഹുവിന്റെ സിംഹാസനം പോലും കുലുങ്ങിപ്പോകും. അങ്ങനത്തെ ചില അടിമകളുണ്ട്. അള്ളാഹുവിന്റെ പ്രവാചകൻ ചോദിച്ചു, ആരാണ് അല്ലാഹ്? ഒന്ന് പറഞ്ഞു തരുമോ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു കൊടുത്തില്ല. ആ അവസരത്തിൽ പ്രവാചകൻ പറഞ്ഞു, അല്ലാഹ് അവരുടെ അടയാളമെങ്കിലും ഒന്ന് പറഞ്ഞു തരുമോ? ഉപ്പളത്ത് താമസിക്കുന്നവരുടെ അടയാളം ഒന്ന് പറഞ്ഞു തരുമോ എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് അള്ളാഹുവിനോട് ചോദിക്കുകയാണ്. അവിടുന്ന് അല്ലാഹ് പറഞ്ഞു കൊടുക്കുകയാണ്, അവർക്ക് 3 അടയാളമാണ് നബിയേ. ഞാൻ ഇഷ്ടപ്പെടുന്നവരുടെ അടയാളം 3 പടച്ചവൻ സ്നേഹിക്കുന്നവർക്ക് 3 അടയാളമാണ്. അതിൽ ഒന്നാമത്തെ അടയാളം എന്തെന്നറിയുമോ? തതജാഫാ ജുനൂബുഹും അനിൽ മളാജിഅ. ഉപ്പള നിവാസികളിൽ നല്ല തണുപ്പുള്ള രാത്രിയിൽ നല്ല സുഖിച്ച് കിടന്നുറങ്ങുമ്പോൾ
ഞാൻ ഏഴാനാകാശത്തിൽ നിന്നും ഒന്നാനാകാശത്തിലേക്ക് നോക്കും നബിയേ, ഭൂമിയിലേക്കും നോക്കും നബിയേ. ആ സമയത്ത് എഴുന്നേറ്റ് 2 റക്അത്ത് നിസ്കരിക്കുന്നവനുണ്ടല്ലോ, തഹജ്ജുദ് നിസ്കരിക്കുന്നവനുണ്ടല്ലോ, അവനെയാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നതെന്ന് നബിയേ എന്ന് അല്ലാഹു ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു കൊടുക്കുകയാണ്.